ഹായ് ഗൈസ്, നമുക്കപ്പോൾ ഈസി ആയിട്ട് ഒരു മാഗി ഉണ്ടാക്കിയാലോ? ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ മാഗി പാക്കറ്റ് ഇരിക്കുന്നത് കണ്ടു. എല്ലാവർക്കും മാഗി ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നമുക്കൊരു ഈസി ആയിട്ടൊരു മാഗി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയാലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആരെയും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊരു സാധനമാണ്. ഞാൻ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഇത്ര ഐറ്റംസ് ആണ്. അതെല്ലാം ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. ദെൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ യൂഷ്വലി നൂഡിൽസ് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്തു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നൂഡിൽസിന്. പിന്നെ എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ചൂടൊന്നും നോക്കിയില്ല. ഞാൻ ആ ചൂടേപാടെ കഴിക്കുകയാണ് ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ നിസാര ഐറ്റംസ് പോയിട്ടുള്ള വെച്ച് ഉണ്ടാക്കിയത്, പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് എനിക്ക് കിട്ടി. എൻ്റെ അമ്മയും പറഞ്ഞു, കഴിച്ചൊക്കെ പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും നൂഡിൽസൊക്കെ കഴിച്ചു. ദെൻ അതിനുശേഷം ഈ തണ്ണിമത്തൻ മുറിച്ച് വെച്ചതുണ്ടായിരുന്നു. തണ്ണിമത്തനും പിന്നെ കഴിച്ചു. കാര്യം ഇപ്പോൾ നമ്മുടെ ചൂട് കാലാവസ്ഥയല്ലേ, ഈ സമയത്ത് തണ്ണിമത്തൻ കഴിക്കണം. നല്ല നമ്മുടെ ബോഡിക്ക് നല്ല വാട്ടർ കൺസിസ്റ്റൻറ്റ് നമുക്ക് കിട്ടും. പിന്നെ നാളെ എനിക്കൊരു എക്സാം ഉണ്ട്. അതിനുവേണ്ടി കുറച്ച് നേരം നോട്ട് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കി. പിന്നെ അത് റെസ്റ്റൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങാൻ പോയി. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗൈസ്.